നമുക്ക് മലയാളികൾക്ക് ഒരു ചായ കുടി ഇല്ലാതെ എങ്ങോട്ടും ഇറങ്ങാൻ പറ്റില്ല. ഇതാണ് എൻ്റെ രണ്ട് പാർട്ട്നേഴ്സ്. ഇവരില്ലാതെ എനിക്കൊരു യാത്രകളുമില്ല. ഒരു ചെറിയൊരു സെലിബ്രിറ്റീൻ്റെ ഹൽദി പരിപാടിക്ക് വേണ്ടി വന്നാൽ നിങ്ങൾക്ക് അറിയാമായിരിക്കും. അപ്പോൾ ആളെ കറക്റ്റായിട്ട് മനസ്സിലായില്ലേ? പരിപാടിയൊക്കെ തുടങ്ങി കാണും എന്നൊക്കെ വിചാരിച്ചാണ് എത്തിയത്. ഗൂഗിൾ മാപ്പൊക്കെ ഇട്ടാണ് പോയത്. പക്ഷെ കുറച്ച് വഴിയൊക്കെ തെറ്റി. പക്ഷെ എന്നാലും ഞങ്ങൾ കറക്റ്റ് സ്ഥലത്ത് എത്തി. നമ്മൾ എത്തിയതിന് ശേഷമാണ് പരിപാടിയൊക്കെ തുടങ്ങിയത്. നമ്മൾ വന്നപ്പോഴാണ് അനുമോളിൻ്റെയും ഭുവൻ്റെയും ഒരു മാസ് എൻട്രിയൊക്കെ വരുന്നത്. പിന്നെ അതൊക്കെ കണ്ടു. അവരെ ഡാൻസൊക്കെ കണ്ട് നല്ല അടിപൊളിയായിട്ട് ഇരിക്കുകയായിരുന്നു. നല്ല രസമായിരുന്നു. നമ്മൾ മൂന്നുപേർ നന്നായി കയ്യൊക്കെ അടിച്ചു കൊടുത്തു. പ്രോത്സാഹനം ഞങ്ങളുടെ ഭാഗത്ത് നന്നായിട്ടുണ്ടായിരുന്നു. പിന്നെ അവരുടെ കസിൻസും അതുപോലെ തന്നെ ഫാമിലി മെമ്പേഴ്സും എല്ലാവരും സ്റ്റേജിലോട്ട് വന്നിട്ട് ഭയങ്കര ഡാൻസും പരിപാടിയും ഭയങ്കര കളറായിരുന്നു. നല്ല റിസോർട്ടായതുകൊണ്ട് നല്ല എൻജോയ് ആയിരുന്നു. സമയമൊന്നും പോകുന്നേ അറിയുന്നുണ്ടായിരുന്നില്ല. കുറച്ച് സെലിബ്രിറ്റീസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ബിഗ് ബോസിലാണെങ്കിലും ആദിലെ, നൂറയും അതുപോലെ തന്നെ പ്രവീണും കുറച്ച് പേരേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഫാമിലി മെമ്പേഴ്സാണ്. അത്രയും ഇൻറ്റിമേറ്റായ സുഹൃത്തുക്കളും അതുപോലെ തന്നെ ഫാമിലി ആൾക്കാർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അത്രയും ചെറിയ പരിപാടിയായിരുന്നു. അതുകൊണ്ട് നല്ല കളർഫുള്ളായിരുന്നു. ഒരു ബുദ്ധിമുട്ടും ഉണ്ടായില്ല. നല്ല എൻജോയ് ആണെങ്കിലും പരിപാടിയാണെങ്കിലും അടിപൊളിയായിരുന്നു. വലിയ പീപ്പിൾസൊന്നും ഇല്ലാത്തതുകൊണ്ട് അങ്ങനെ നമ്മൾ അടിച്ചു പൊളിച്ചു. അതിനുശേഷം അനുമോൾ തന്നെ DJ അങ്ങ് സ്റ്റാർട്ട് ചെയ്തു. പിന്നെ അങ്ങോട്ട് കളി തുടങ്ങിയത് മാത്രമേ ഓർമ്മയുള്ളൂ. പിന്നെ അങ്ങ് വയ്യാണ്ടായി. അതുമാതിരി ഡാൻസ് കളിയായിരുന്നു. അവരാണെങ്കിൽ പാട്ടിട്ട് നിർത്തുന്നുമില്ല. നമ്മൾ കളിക്കുന്നതനുസരിച്ച് അവർ പാട്ട് കൂട്ടിക്കൊണ്ടിരിക്കുക. അങ്ങനെ കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ മടുത്തിട്ട് ഞാൻ മെല്ലെ കയറി. പിന്നെ നിധി നിന്ന് ഡാൻസൊക്കെ കളിച്ചു. അങ്ങനെ ഇതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാവരും നേരെ സ്വിമ്മിംഗ് പൂളിലൊക്കെ പോയി ചാടി. അങ്ങനെ അടിപൊളിയായിരുന്നു. ആ വീഡിയോ ഒന്നും ഇടാൻ പറ്റിയില്ല. അപ്പോഴത്തേക്കും ഫോൺ സ്വിച്ച് ഓഫ് ആയിപ്പോയി. ഐഫോൺ ഉള്ളതുകൊണ്ട് അങ്ങനത്തെ ഒരു ഗുണമുണ്ടല്ലോ. എന്തായാലും ബാക്കി വിശേഷങ്ങൾ കല്യാണ വീഡിയോയിൽ വരുന്നതായിരിക്കും.